നമ്മുടെ യാത്രയുടെ 26ാമത്തെ ദിവസമാണ്. നമ്മൾ മഹാരാഷ്ട്രയിലെ ധൂലി എന്ന സ്ഥലത്ത് നിന്ന് നമ്മൾ പുറപ്പെടുകയാണ്. നമ്മൾ പോകുന്നത് പൂനെ എന്ന സ്ഥലത്തേക്കാണ്. പൂനെക്ക് 335 കിലോമീറ്റർ ആണ്. ടൈം കാണിക്കുന്നത് 7.5 മണിക്കൂറാണ്. അപ്പോൾ നമ്മുടെ ഒരു എക്സ്പ്രസ് വേ കയറുന്നില്ല. എക്സ്പ്രസ് വേ ക്രോസ് ചെയ്താണ് നമ്മൾ പോകുന്നത്. ഈ കാണുന്ന വണ്ടിയുണ്ടോ? മഹാരാഷ്ട്രയിൽ ഇപ്പോഴും ഈ ടൈപ്പ് വണ്ടികളൊക്കെ ഓടുന്നുണ്ട് കേട്ടോ. പഴയ സ്റ്റൈൽ വണ്ടിയാണ് കേട്ടോ. റോഡ് അടിപൊളിയാണ്, പക്ഷെ 4 വരി പാതയാണ്. പക്ഷേ ഈ ട്രക്കുകൾ ഓടുന്നതുകൊണ്ടേ നമുക്ക് സ്പീഡിന് ഓടാൻ പറ്റില്ല. ഈ ബോംബെ തുറമുഖത്തേക്ക് ചരക്ക് എത്തിക്കുക, അവിടെ നിന്ന് കപ്പലിറങ്ങുന്ന ചരക്ക് നമ്മുടെ രാജ്യത്തിന്റെ പല പല ഭാഗങ്ങളിലേക്ക് എത്തിക്കുക. അപ്പോൾ ഈ ട്രക്കുകാരാണ് അതൊക്കെ ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് ഫുൾ ബിസിയാണ്. കൂടുതലായിട്ട് ഇതിൽ ഓടുന്ന ട്രക്കുകളാണ്. റോഡ് സൂപ്പറാണ് കേട്ടോ. അപ്പോൾ ധുലിയെന്ന് നമ്മൾ നേരെ പൂനെയിലേക്ക്. മഴക്കാലത്തായിരുന്നെങ്കിൽ സൂപ്പറാണ് കേട്ടോ. നല്ല കാടും പ്രദേശമാണ്, പക്ഷെ പച്ചപ്പിപ്പം ഇല്ല. മഴ കഴിഞ്ഞ് വരണം, അടിപൊളിയായിരിക്കും കേട്ടോ. സൂപ്പറായിരിക്കും. ഇവിടെ ഒരു വനപ്രദേശത്തൂടെയാണ് ഇപ്പോൾ നമ്മൾ പോകുന്നത്. അപ്പോൾ നമ്മളെ ധുലിയിൽ നിന്ന് പുറപ്പെട്ട് ഒരു 25 കിലോമീറ്റർ ഓടി നമ്മൾ നാസിക് റൂട്ടിലേക്ക് പോവുകയാണേ. അപ്പോൾ മണി 11:45. ബ്രേക്ക്ഫാസ്റ്റ് പറഞ്ഞു കേട്ടോ. ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറയുന്നത് ഒരു ഒണിയൻ ഊത്തപ്പം, 4 ചപ്പാത്തി, പിന്നെ ദാൽ തടുക്ക, അതായത് പയറ് കടുക് പൊട്ടിച്ചത്, നമ്മളെ പരിപ്പ് കറി കടുക് പൊട്ടിച്ചതാണ് ദാൽ തടുക്ക എന്ന് പറയുന്നത്. 2 ചായ, ഒരു ഒണിയൻ ഊത്തപ്പം, 4 ചപ്പാത്തി, ദാൽ തടുക്ക, 2 ചായ. ഓക്കെ. അതെ, ഈ ലാൻഡ്സ്കേപ്പിന് ഒരു പ്രത്യേകതയുണ്ട് കേട്ടോ. ഈ നമ്മുടെ മഹാരാഷ്ട്രയുടെ സെൻട്രൽ ഏരിയകളാണ് ഇതൊക്കെ. ഈ മല നോക്കിയ ഫ്രണ്ടിൽ കാണുന്ന മല കണ്ടോ? ഇതുപോലുള്ള മലകൾ തുരന്നിട്ടാണ് ഗുഹാക്ഷേത്രങ്ങൾ ഉണ്ടാക്കിയിരിക്കുന്നത്. അജന്തയിലും എല്ലോറയിലും അതിന് പറ്റിയ ഒരു ജോഗ്രഫിയാണ് ഇവിടെ ഉള്ളത് കേട്ടോ. ഇവിടുന്ന് ഏകദേശം ഒരു 50-60 കിലോമീറ്റർ അടുത്താണ് ഇടത് ഭാഗത്ത്, അതായത് ഇതിന്റെ സൗത്ത് ഭാഗത്തായിട്ടാണ് ഈ ഔറംഗാബാദ് വരുന്നത്. ഔറംഗാബാദിലാണ് നമ്മുടെ ഈ അജന്ത എല്ലോറ ഗുഹാക്ഷേത്രങ്ങളൊക്കെ കൊള്ളാണ്ട്. ഇതുണ്ട്, അതിന് പറ്റിയ ഇതുപോലുള്ള മലകൾ തുരന്നിട്ടാണ്, പാറകളാണ് ഇത് തുരന്നാണ് അജന്ത എല്ലോറയൊക്കെ ഉണ്ടാക്കിയിരിക്കുന്നത്. നമ്മളിപ്പോ ധുലിയ, നാസിക് ഈ സ്ഥലങ്ങൾക്കിടയിലാണ്. ഈ ഔറംഗാബാദ് ആ ഒരു ട്രയാങ്കിളിനകത്താണ് ധുലിയ, നാസിക്, ഔറംഗാബാദ് സ്ഥലം. ഇവിടുത്തെ ജോഗ്രഫി കണ്ടോ? ഇങ്ങനെയുള്ള മലനിരകൾ, പാറയാണ്. പാറ ഒരു പ്രത്യേക ഷേപ്പാണ്. ഇതുപോലുള്ള സ്ഥലത്താണ് ഞാൻ ഈ പറഞ്ഞ അജന്ത എല്ലോറ ഗുഹകൾ ഉണ്ടാക്കിയിരിക്കുന്നത്. ഇത് പാറയാണ്, മണ്ണല്ല, പാറയാണ്. ഇത് കാണുമ്പോൾ നമുക്ക് ആ എല്ലോറ അജന്ത കേവ്സ് ആണ് ഓർമ്മ വരുന്നത്. നമ്മളിപ്പോ നാസിക്കിലാണ് കേട്ടോ. നാസിക്കിനും ഔറംഗാബാദിനും ധൂലയ്ക്കും ഇടയ്ക്കുള്ള സ്ഥലമാണ്. നാസിക് മുന്തിരി തോട്ടങ്ങൾക്ക് വളരെ പ്രശസ്തമാണ്, അറിയാലോ. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ മുന്തിരി ഉൽപ്പാദിപ്പിക്കുന്നത് ഇവിടെയാണ്, നാസിക്കിലാണ്. ഇവിടെ ഒരു വൈൻ ഉൽപാദന കേന്ദ്രമുണ്ട്, വേൾഡ് ഫേമസ് ആണ്, സുല എന്ന് പറയും. ഇവിടെ എല്ലായിടത്തും
ചുറ്റും നോക്കിയാൽ എന്താ ഇത് മുന്തിരിത്തോട്ടങ്ങളാണ് കേട്ടോ. മുന്തിരിയൊന്നും ആയിട്ടില്ല, മുന്തിരി പിടിച്ചിട്ടൊന്നുമില്ല കേട്ടോ, തളിരിട്ട് നിൽക്കുന്നതേ ഉള്ളൂ. ഡ്രിപ്പ് ഇറിഗേഷനൊക്കെ കൊടുത്തിട്ടുണ്ട് കേട്ടോ, ഓട്ടോമാറ്റിക്കായിട്ട് വെള്ളമൊക്കെ വീഴുന്ന സാധനം. ഇവിടെ മൊത്തം അതാണ് കേട്ടോ. അതാണ് അവിടെയൊക്കെ മുന്തിരിത്തോട്ടങ്ങൾ റെഡിയാക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. മണ്ണ് കണ്ടോ, കറുത്ത മണ്ണാണ്, സൂപ്പർ മണ്ണാണ്, നല്ല സോഫ്റ്റ് മണ്ണാണ്. അപ്പോൾ ഇതിൽ നന്നായി പിടിക്കും. അവിടെയൊക്കെ മുന്തിരിത്തോട്ടങ്ങളാണ്. അവിടെ സവാള, ഒരു വലിയ ഷെഡിൽ സവാള വെച്ചിരുന്നുണ്ടോ. തക്കാളി 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 തക്കാളിയാണ്, തക്കാളി 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 ഇതുണ്ട്, തക്കാളി തക്കാളി തക്കാളി. പക്ഷേ ചെടി ഉണങ്ങിപ്പോയി കേട്ടോ. തക്കാളി, സവാള, കോളിഫ്ലവർ, കരിമ്പ്, പിന്നെ മുന്തിരി. ഇവിടെ മൊത്തം കൃഷിയാണ് കേട്ടോ. നാസിക്കില് മൊത്തവും കൃഷിയാണേ. കാണുന്ന കരിമ്പാണ്. ആരായി പോണെന്ന് നോക്കിയേ, ആരാത്? ഒരു ഒട്ടകമാണ്. തൈടിട്ട് അപ്പൊ നമ്മൾ ഗോദാവരി നദിയിലേക്ക് പോവാണ് കേട്ടോ. ഗോദാവരി നദി നമ്മൾ മുറിച്ചു കിടക്കാൻ പോവുകയാണ്. നാസിക്കിൽ നിന്ന് ഉത്ഭവിച്ച് പിന്നെ ആന്ധ്രാപ്രദേശിലെ രാജമുന്ദ്രിയിൽ വെച്ച് ബേ ഓഫ് ബംഗാളിലേക്ക് ചേരുന്ന ഒരു വലിയ നദിയാണ് ഗോദാവരി നദി. പക്ഷെ ഇപ്പോൾ വറ്റി വരണ്ട് കിടക്കുകയാണ്. അവിടെ ഒരു തടയണയുണ്ട്, വെള്ളം മൊത്തം അവിടെ കെട്ടി നിൽക്കുകയാണ് കേട്ടോ. അതുകൊണ്ടാണ് ഇവിടെ വെള്ളമില്ലാത്തത്. ഇത് മൂന്നാമത്തെ തവണയാണ് നമ്മൾ ഗോദാവരിയെ ക്രോസ് ചെയ്യുന്നത്. മൂന്നാമത്തെ തവണ. ഒരിക്കൽ കഴിഞ്ഞ ഇന്ത്യ ട്രിപ്പിൽ രാജമുന്ദ്രി വെച്ച് കണ്ടു. ഈ ട്രിപ്പിൽ നമ്മൾ അങ്ങോട്ട് ഉത്തരാഖണ്ഡിലേക്ക് പോകുന്ന വഴിക്ക് വെച്ച് കണ്ടു. പിന്നെ ഇപ്പോൾ ഇവിടെ വെച്ച് കണ്ടു. ഇടത് ഭാഗത്ത് കണ്ടോ, ചോളമാണ്. ചോളകൃഷിയാണ്. ചോളം. അപ്പോൾ നമ്മളെ ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് മഹാരാഷ്ട്രയുടെ ഉൾപ്രദേശത്തൂടെയാണ്. ഇപ്പോൾ രാവിലെ നമുക്ക് വേണമെങ്കിൽ ധൂലയിൽ നിന്നും നേരെ നാസിക്കിലേക്ക് ഒരു 4 വരി പാതയുണ്ട്, ഹൈവേ ഉണ്ട്, അതുവഴി പോകാമായിരുന്നു. പക്ഷേ ഗൂഗിള് കാണിച്ചത് വേറൊരു വഴിയാണ്, ഒരു മിഡ് റൂട്ടാണ്. അത് ഷോർട്ട് കട്ടാണ്. അതിൻ്റെ പ്രത്യേകത, അത് ഗ്രാമപ്രദേശത്തിനുള്ളിലൂടെയാണ് പോകുന്നത്. അപ്പോൾ ഗ്രാമത്തിലാണല്ലോ കാഴ്ചകളൊക്കെ ഉള്ളത്, കൃഷിയൊക്കെ ഉള്ളത്. അപ്പോൾ ഇവിടെ വന്നിട്ട് ഒരുപാട് കൃഷി കാണാൻ പറ്റി. കോളിഫ്ലവർ, മാതളം, തക്കാളി, കരിമ്പ്, ചോളം, അതുപോലെ തന്നെ മുന്തിരി, സവോളയൊക്കെ വലിയ ഷെഡിൽ കൂട്ടിയിട്ടിരിക്കുകയാണ് കേട്ടോ. എനിക്ക് തോന്നുന്നത് മഴക്കാലം തുടങ്ങിക്കഴിഞ്ഞാൽ കുറച്ചുകൂടെ വില കിട്ടാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് ഇങ്ങനെ കൂട്ടിയിട്ടിരിക്കുകയാണ്. അപ്പോൾ അതൊക്കെ കാണാൻ പറ്റുന്നത് ഇവിടെയാണ്. അതുകൊണ്ട് നമ്മുടെ നാട്ടിൽ തന്നെ പുതിയ കൃഷികളൊക്കെ തുടങ്ങിയിരിക്കുകയാണ്. കേട്ടോ, അത് മുന്തിരിയല്ല, അത് വേറെന്തോ ആണ്. ഇതെല്ലാം കൃഷിയിടങ്ങളാണ്. അപ്പൊ ഇതൊക്കെ കാണണമെങ്കിൽ നമ്മൾ ഗ്രാമപ്രദേശത്തൂടെ തന്നെ പോകണം. അതുകൊണ്ടാണ് നമ്മൾ സെലക്ട് ചെയ്തത്. സെന്ററില് വൈറ്റ് പോകറ്റില്ല, മല തുരന്നുണ്ടാക്കിയ റോഡാണ് കേട്ടോ. ഇത് നാസിക് പൂനെ റോഡാണ് അല്ലേ പനു? എടാ മല കംപ്ലീറ്റ് തുറന്നിട്ടുണ്ട് കേട്ടോ. മല വെട്ടി മാറ്റിയാണ് ഈ പാത ഉണ്ടാക്കിയിരിക്കുന്നത്.
നമ്മൾ നാസിക്കിൽ നിന്ന് പൂനെയിലേക്ക് പോവാണ്. നല്ല സൂപ്പർ റോഡാണ്. ഇനി പൂനെയിലേക്ക് ഒരു 130 കിലോമീറ്ററാണ് കാണിക്കുന്നത്. നമ്മൾ വണ്ടി ഒന്ന് സൈഡാക്കി. എന്ത് കാണാമെന്നറിയോ? ഇത് ഉണ്ടോ, ഇത് ഈ നമ്മുടെ മഹാരാഷ്ട്രയിലെ ഒരു പ്രത്യേക ഭൂപ്രദേശമാണ് കേട്ടോ. ഇതല്ല കേട്ടോ, കൊച്ചു കൊച്ചു മലനിരകൾ, അതിൻ്റെ ഉള്ളിൽ അടിപൊളി ഒരു ഗ്രാമം. ഓക്കെ, സൂപ്പർ. ഇതുണ്ടോ, ചുറ്റും മലയാണ് കേട്ടോ. അതിൻ്റെ ഉള്ളിലാണ് ഈ ഗ്രാമം. നല്ല പച്ചപ്പുള്ള ഗ്രാമം. അപ്പോൾ നമ്മൾ പൂനെ നഗരത്തിലൂടെ വണ്ടി ഓടിക്കുക കേട്ടോ. ഞാൻ ആദ്യമായിട്ടാണ് പൂനെ വരുന്നത്. പൂനെ നഗരത്തിലൂടെ വണ്ടി ഓടിക്കുന്നത്. സമയം ഇപ്പോൾ 7 മണിയാണ്. ഉഗ്രം തിരക്കാണ് കേട്ടോ. നമുക്ക് പോകേണ്ടത് പൂനെ നഗരത്തിന് ഉള്ളിലാണ്. ഇപ്പൊ ചക്കൻ എന്നുള്ള സ്ഥലത്ത് നമ്മൾ നിൽക്കുകയാണ്. ഇനി 42 കിലോമീറ്റർ പോയാലാണ് നമ്മൾ നമ്മുടെ ടാർഗറ്റിലെത്തുക. 1.5 മണിക്കൂർ എടുക്കുമെന്നാണ് പറയുന്നത്. എന്തായാലും പൂനെ വരാൻ പറ്റി. പൂനെ നഗരത്തിനുള്ളിലൂടെ വണ്ടി ഓടിക്കാൻ സാധിച്ചു. ബഹുത് അച്ഛാ ഹൈ. അപ്പോൾ നമ്മുടെ യാത്രയുടെ 26ാമത്തെ ദിവസമാണ് കേട്ടോ ഇന്ന്. ഇന്ന് നമ്മൾ മഹാരാഷ്ട്ര ധുലയിൽ നിന്ന് ഓടി ഏകദേശം 350 കിലോമീറ്റർ യാത്ര ചെയ്ത് നമ്മളിപ്പോൾ പൂനെയിലെത്തിയിരിക്കുകയാണ്. പൂനെയിലാണ് നമ്മളിപ്പോൾ ഉള്ളത്. ഇതുണ്ടോ, പമ്പൻ ഫ്ലാറ്റ്സ് ആണ് കേട്ടോ. പൂനെ മലയാളികളുടെ ഒരു സ്വപ്ന ഭൂമിയാണ് പൂനെ എന്ന് പറയുന്നത്. ഏറ്റവും നല്ല ജീവിത സാഹചര്യങ്ങളൊക്കെ ഉള്ള അടിപൊളി ഒരു ഏരിയയാണ് പൂനെ എന്ന് പറയുന്നത്. പൂനെയിൽ നമ്മുടെ പ്രിയ നൻപൻ, പ്രിയ സുഹൃത്ത് ഒളിച്ചിരിക്കുന്ന സുനിലിൻ്റെ അടുത്ത് എത്തിയിരിക്കുകയാണ്. ഇന്ന് സുനിലിനോടൊപ്പമാണ്. നമ്മുടെ ഇന്നത്തെ സ്റ്റേ എന്ന് പറയുന്നത്, നാളെ ഇവിടെ നിന്ന് രാവിലെ പുറപ്പെടും. നമ്മുടെ പയ്യൻ കിടക്കുന്നുണ്ടാ. നാളെ ഇവിടെ നിന്ന് രാവിലെ പുറപ്പെട്ട് ഗോവയിലെത്തും. അപ്പോൾ ഇന്ന് ഇവിടെയാണ് സ്റ്റേ, പൂനെ. എൻ്റെ പൂനെയിൽ ഞാൻ ആദ്യമായിട്ടാണ് വരുന്നത്. പൂനെയിലെ നഗരത്തിൻ്റെ ഉള്ളിലാണ് ഈ സംഭവം എന്ന് പറയുന്നത്. ഇവിടെ ചൂടേ ഇല്ല കേട്ടോ. ഉത്തർപ്രദേശിലും മധ്യപ്രദേശിലും ഒക്കെ മഹാരാഷ്ട്ര ഉൾപ്രദേശങ്ങളിലൊക്കെ ഭയങ്കര ചൂടായിരുന്നു. ഇവിടെ ചൂടില്ലെന്ന് തന്നെ പറയാം. പുറത്തിറങ്ങിക്കാൻ ഒരു പ്രശ്നവുമില്ല. അടിപൊളി ബഹുനില കെട്ടിടങ്ങളാണ്, ഫ്ലാറ്റ്സ് ആണ്. നമ്മൾ 8ാമത്തെ നിലയിലാണ് കേട്ടോ. ഒരു ഫ്ലാറ്റിൽ 8ാമത്തെ നിലയിലാണ്. ഇത് നമ്മുടെ ശ്രീലക്ഷ്മി, സുനിലിൻ്റെ വൈഫാണ്. നമ്മുടെ സുഹൃത്തുക്കൾ സുനിലിൻ്റെ മോളാണ്. ഹായ് ഹായ്. ഓക്കെ, അപ്പോൾ ഇന്ന് നമ്മളിവിടെയാണ് സ്റ്റേ. രാമു, ഓക്കെ. അങ്ങനെ പൂനെയിൽ എനിക്കൊരു ബന്ധുവിനെ കിട്ടിയിരിക്കുകയാണ്. പൂനെയിൽ ഒരു കോണ്ടാക്റ്റും ഇല്ലാത്ത ഒരാളായിരുന്നു ഞാൻ ആദ്യമായി പൂനെയിൽ വന്നു. പൂനെയിലെ സിറ്റിക്കകത്ത് ഡ്രൈവ് ചെയ്തു. ഭയങ്കര എക്സ്പീരിയൻസ് ആണ്. നാളെ ഇവിടെ നിന്ന് രാവിലെ ഗോവയ്ക്ക് പോവുകയാണ്. 444 കിലോമീറ്ററാണ്. ഓപ്പൺ കിച്ചനാണ്. നമുക്ക് വേണ്ടിയുള്ള വിഭവങ്ങളൊക്കെ റെഡിയായി ഇങ്ങനെ ഇരിക്കുകയാണ്. ചോറ്, സാമ്പാർ, ചിക്കൻ എല്ലാം അടിപൊളിയാണ്. ഓക്കെ, അപ്പോൾ സലാം.
അതെ, എത്ര നാളായല്ലോ നമ്മൾ നാടൻ ഭക്ഷണം കഴിച്ചിട്ട്. കുറേ നാളായി ഈ യാത്രയിൽ ഹോംലി ഫുഡേ കഴിച്ചിട്ടില്ല. നമ്മുടെ നാടൻ കുത്തരിച്ചോറ്, സാമ്പാറ്, ക്യാബേജ് ഉപ്പേരി, ചിക്കൻ കറി, നമ്മുടെ ഹോംലി ചിക്കൻ കറി, നാടൻ ചിക്കൻ കറി ഉണ്ടാ. ഇതൊക്കെ കഴിച്ചിട്ട് വായിൽ വെള്ളം ഇങ്ങനെ ഊന്നുന്നില്ല. സോറി ഫോർ ദ ഡിസ്റ്റർബൻസ്. ഓക്കെ, അടിപൊളി. അടിപൊളി.